അപ്പോൾ ഞാൻ ബി ജെ പിക്കാരനൊന്നുമല്ല, എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് യാതൊരു രാഷ്ട്രീയമില്ല. പക്ഷേ ഈ രാഷ്ട്രത്തോട് എനിക്ക് അങ്ങേയറ്റത്ത് സ്നേഹമുണ്ട്. എൻ്റെ ജീവന് തുല്യം ഞാൻ സ്നേഹിക്കുന്നുണ്ട്. അന്ന് 59 പേരുണ്ടായിരുന്നു സന്യാസിമാർ, പാവങ്ങളാണ്. അവരതിനകത്തിട്ട് തീയിട്ട് കൊളുത്തി, മനസ്സിലായ? അതിൻ്റെ റിപ്ലിക്കേഷനാണ് ഉണ്ടായത്, ഗുജറാത്തിലുണ്ടായത്. അപ്പോൾ അവർ ശരിക്കും കയറി അടിച്ചു. ഈ സിനിമയിൽ ഈ ആ കലാപം ഉണ്ടാക്കാൻ കാരണക്കാരായത് സംഘപരിവാർ ആണ് എന്നുള്ളതാണ് വന്നേക്കണം. അമിത്ഷായെ പിന്നെ നരേന്ദ്രമോദിയെ, ഈ ലോകം മുഴുവൻ നരേന്ദ്രമോദി തെറി പറയുമായിരുന്നില്ല ഇത്രയും കാലം എല്ലാവരും തെറി പറഞ്ഞു. ഇന്നിപ്പോൾ ലോകം മുഴുവൻ അംഗീകരിക്കണണ്ട. കാലം മാറിയില്ലേ? സത്യസന്ധതയ്ക്കും നേരെ പോകുന്നുള്ളതിനും അർത്ഥമുണ്ടെന്ന് ശരിയല്ലേ? നമ്മുടെ അനുഭവമല്ലേ ഇത്? നമുക്ക് കാണാൻ പാടില്ലേ? നമ്മൾ എത്രയൊക്കെ തമസ്കരിച്ചാലും ഒരിക്കൽ വെളിച്ചം വരും, മനസ്സിലായ? സിനിമയിൽ ഇതിനെ വിമർശിച്ചത് ശരിയായില്ലെന്നാണ് പറയുന്നത്. സിനിമയിൽ വിമർശിക്കണം, പാടില്ല, മനസ്സിലായ? തെറ്റായി ധരിപ്പിക്കരുത് ജനങ്ങളെ. പ്രത്യേകിച്ച് മോഹൻലാലിനെ പോലെയുള്ള ഇത്രയും പേരും പ്രശസ്തിയുള്ള ഒരാളെ ഉപയോഗിച്ചുകൊണ്ട് ചെയ്ത് തെറ്റാണ്. ഭയങ്കര ഇമ്പാക്റ്റ് ജനങ്ങളിൽ ഉണ്ടാക്കും അത്, മനസ്സിലായ? അത് തെറ്റാണ് ചെയ്തത്. ഒരു സമൂഹത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള പണിയാണ് ചെയ്തത്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ ഇത്തരം സീനുകൾ ഇത് എഡിറ്റ് ചെയ്ത് നീക്കാൻ പോകുന്നുണ്ട്. ഇപ്പം നീക്കണം. അങ്ങനെ നീക്കണം എന്നാണോ? അത് നീക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവരുദ്ദേശിച്ച കാര്യം നടക്കില്ല. അതിൻ്റെ ആ പ്രസക്തി തന്നെ പോവും, ഫിലിം തന്നെ പോവും, മനസ്സിലായ? കോടിക്കണക്കിന് രൂപ വെറുതെ വൃഥാവിലാവും. അതായിപ്പോൾ ഉണ്ടാവും വേണം.